ചോദിക്കും, കൊല്ലക്കാരൻ പറ്റിക്കാൻ പറ്റില്ല, കയറി ചോദിച്ചിട്ടേ പോത്തോളൂ. ആ പിന്നെ നിങ്ങളിപ്പോ ഒരു പരസ്യം ചെയ്തിട്ടുള്ളൂ 9,990 ഗൂഗിൾ ടി വി കൊടുക്കും. 13,000 രൂപയുടെ സാധനം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് വേറെ ആരെങ്കിലും ഉണ്ടോ ഇതിന്റെ? പിന്നെ നിങ്ങൾ ഈ 9,900 രൂപ ടി വി കൊടുക്കാൻ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? സംസാരമൊന്നും വേണ്ട കേട്ടോ, നിങ്ങൾ സംസാരമൊന്നും വേണ്ട. 13,000 രൂപയുടെ ഗൂഗിൾ ടി വി, ഈ ബ്രാൻഡഡ് സാധനം, അതെങ്ങനെ 9,990 കൊടുക്കാൻ പറ്റും? ഓൺ ടി വി ആണ്, ഈ ഹ്യൂറിക്സിന്റെ ഓൺ ഗൂഗിൾ ടി വി ആണ്. അതുകൊണ്ടാണ് നമുക്ക് 9,990 രൂപയ്ക്ക് നമുക്ക് കേരളത്തിലെ എല്ലാ ഷോപ്പിലും നമുക്ക് 26-ാം തീയതി, ജനുവരി 26-ാം തീയതി വരെ നമ്മൾ കൊടുത്തിരിക്കും. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ഡയറക്റ്റ് വിളിച്ചോ. നിങ്ങൾക്ക് വാറന്റി കൊടുക്കാൻ പറ്റുള്ളൂ. വാറന്റി കൊടുക്കും. എങ്ങനെ കൊടുക്കും? വാറന്റി കൊടുക്കും, 6-7 മാസം വാറന്റി കൊടുക്കും. നമ്മൾ 1 ഇയർ ഓടിക്ക് നമ്മൾ വാറന്റി ഉണ്ട്, 1 ഇയർ ഓടിക്ക് 4 വർഷം വരെ വാറന്റി ഉണ്ട്. നിങ്ങൾക്ക് 3 വർഷം കൂടി എക്സ്റ്റൻഡ് വാറന്റി കിട്ടും. അതിന് ചെറിയൊരു ചാർജ് വരുള്ളൂ. നമ്മൾ പറയുന്ന കാര്യം മാത്രമേ ചെയ്യാറുള്ളൂ. അതിനുള്ള ഗിഫ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റ് ഒക്കെ എല്ലാവരും കൊടുക്കുന്നു, നിങ്ങൾ കൊടുക്കും. അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. നമ്മൾ അത്ര ഹൈ ക്വാളിറ്റി ഗിഫ്റ്റ്. എന്ത് ക്വാളിറ്റി ആണോ ഉള്ളത്? ഇത് നമ്മുടെ ടവർ സ്പീക്കർ ഇവിടെ വെച്ചേക്കുന്നില്ല, ഇത് വിൽക്കുന്നതല്ലോ. ഇത് വിൽക്കുന്നതല്ല, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന. ഫ്രീ ആയിട്ട് ഈ സാധനം ഇത് വിൽക്കാറില്ല. അതായത് നമ്മള് ജനുവരി 16 തുടങ്ങി ജനുവരി 26 വരെ 9,999 രൂപയ്ക്ക് ഗൂഗിൾ ടിവികളെ സ്റ്റാർട്ട് ചെയ്യും. അതായത് ഞങ്ങൾ ഹോം ഡെലിവറി കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ സർവീസ് ടീം ഉണ്ട്. നമുക്ക് സർവീസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് ആണ്, സർവീസ് ഇഷ്യൂസ് വരാം. പക്ഷെ നമുക്ക് സർവീസ് ടീം ഉണ്ട്, കസ്റ്റമറുടെ വീട്ടിൽ പോയി സർവീസും ചെയ്തു കൊടുക്കും. എല്ലാ ഷോപ്പിലും ജനുവരി 26 വരെ 9,999 രൂപയ്ക്ക് ഗൂഗിൾ ടി വി സ്റ്റാർട്ട് ചെയ്യും. 32 ഇഞ്ച് EMI കൊടുക്കാം. അങ്ങനെ കൊടുക്കും, അത് നമുക്ക് കൊടുക്കാം. നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ EMI കൊടുക്കാം. അതെ, ഒരു 10-15 ടി വി എടുത്ത് വെച്ചിട്ട് ആദ്യം നമ്മളെ അത്ര അധികം സ്റ്റോക്ക് ഉണ്ട്, 1,500 സ്റ്റോക്ക് ഉണ്ട്. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ല, അറിയണമല്ലോ. കാര്യം നമ്മളിത് കൊടുക്കുന്ന റേറ്റ് ആണ്, നമ്മൾ ഒരിക്കലും ഇല്ലാത്ത കാര്യം പറയാറില്ല. അപ്പൊ ഈ കൊല്ലത്തോടെ ലൊക്കേഷൻ? കൊല്ലത്ത് നമ്മൾ ചിന്നക്കടയാണ് വരുന്നത്. നമ്മുടെ ശങ്കേഷ് ഹോസ്പിറ്റലിലെ ഉപേസന ഹോസ്പിറ്റലിലെ സെൻട്രലായിട്ട് വരും.